ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രെയിൻ ലോജിക്സ്. നമ്മളിന്ന് ട്രേഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ BTCയിലാണ്. ഒരു മൈൽഡ് ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡ് പോകുന്ന ഒരു മൊമെൻ്റ് നമ്മൾ കണ്ടായിരുന്നു. അതായത് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിലോട്ട് പോകാം. അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഹൈ ഫോർമേഷൻ നടക്കുകയാണ്. ഒരു ട്രെൻഡ് ലൈന് താഴെ നിന്ന് മുകളിലോട്ട് നല്ല രീതിക്ക് ഒരു ആക്ടിവേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ചെറിയൊരു സ്കാൽപ്പിനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, സ്കാൽപ്പല്ല, ഒരു ചെറിയ ട്രേഡാണ്. എന്താണ് അതിനുള്ള റീസൺ എന്ന് ചോദിച്ചാൽ, നമുക്ക് നോക്കിക്കേ, ഈ ഒരു ഹയർ ഹൈയിൽ നല്ലൊരു റിജക്ഷൻ ഉണ്ട്. പക്ഷേ അതിന് മുന്നേ നല്ല രീതിക്കൊരു ബൗൺസ് ബാക്കിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നല്ല രീതിക്ക് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാ ക്യാൻഡിലിൻ്റെ ലോ തൊട്ട് അടുത്ത ക്യാൻഡിലിൻ്റെ ലോയേക്കാളും ഹൈയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ അടുത്ത് 4 അവേഴ്സിലോട്ട് വന്നു. 4 അവേഴ്സിലോട്ട് വന്നപ്പോഴേക്കും വീണ്ടും അവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് EMAയിൽ കിട്ടിയതായിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടി. അപ്പോൾ വീണ്ടും മേളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും 1 അവറിലോട്ട് വരാം. 1 അവറിലോട്ടും നല്ല രീതിക്ക് ക്യാൻഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം 15 മിനിറ്റിലോട്ട് വരാം. 15 മിനിറ്റിൽ നല്ല രീതിക്ക് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടൊരു നമുക്ക് 1:3.6 ആണ് വെച്ചിരിക്കുന്നത്. 1:3 നമുക്ക് മതി. ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം 5 മിനിറ്റിലോട്ട് വരാം. 5 മിനിറ്റിലോട്ട് വരുമ്പോഴേക്കും നല്ല ബുള്ളിഷ്നെസ് നമുക്ക് കണ്ടു. അങ്ങനെ നമ്മൾ ട്രേഡ് ആക്ടിവേറ്റ് ചെയ്തു ഈ ക്യാൻഡിലിന്. അപ്പോൾ നിസ്സാരമായിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ, ഈ ഒരു നല്ല ബൈയിങ് ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. ടാർജറ്റ് വരുമ്പോഴേക്കും ഇത്രയും നല്ലൊരു ഏരിയയിലോട്ടാണ് നമ്മൾ ടാർജറ്റ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. രാവിലത്തെ ട്രേഡാണ്. രാവിലത്തെ ട്രേഡ് കുറച്ച് മാനിപ്പുലേഷൻ നടക്കാറുണ്ട് യൂഷ്വലി. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ബിറ്റ്കോയിൻ്റെ ട്രേഡുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ട്രേഡിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഓൺ ദി വേയിൽ പറയാവേ. മാർക്കറ്റ് ഈസ് എബൌട്ട് ടു ഹിറ്റ് അവർ സ്റ്റോപ്പ് ലോസ് കേട്ടോ. അതായത് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് വരുമെന്ന്, ഇത് കൃത്യമായ ഏരിയയാണ്. ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് സൈഡ് വേസ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ബിക്കോസ് ഈ ഒരു ഏരിയ നല്ല രീതിക്ക് ഒരു ബയേഴ്സിൻ്റെ ആക്ടിവിറ്റി കിട്ടിയ ഏരിയയാണ്. ഇത് ലോക്കാക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ ബയേഴ്സിനെ ട്രാപ്പാക്കും. ട്രാപ്പായതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് പോയി ഇവിടുത്തെ സെല്ലേഴ്സിനെയും കൂടെ ട്രാപ്പാക്കി സൈഡ് വേസ് പോകാനാണ് ചാൻസ് കൂടുതൽ ഇന്നത്തേക്ക്. നല്ല മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിച്ചതാണ് ട്രേഡ്, പക്ഷെ നമുക്കത് തന്നില്ല. കുഴപ്പമില്ല. 1:3 റിസ്ക് റിവാർഡ് തന്നെ എപ്പോഴും എല്ലാ ട്രേഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതൊരു ട്രേഡിൻ്റെയും കീ നമുക്ക് 1:3 റിസ്ക് റിവാർഡ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോഴും സ്റ്റോപ്പ് ലോസ് അല്ല, നമ്മളിപ്പോൾ ഹോൾഡിംഗ് ആണ്. വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക. ഏറ്റവും അറ്റത്ത് വന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ വന്നിട്ട് വീണ്ടും ടാർഗറ്റ് അടിച്ച ദിവസങ്ങളും ഉണ്ട്. സോ പ്രതീക്ഷ കഴിയേണ്ട, വെയിറ്റ് ടിൽ ദി സ്റ്റോപ്പ് ലോസ്, അത്ര തന്നെ. ഗൈസ്, അത് നമ്മുടെ പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രോക്ക് ആയിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് അപ്സൈഡ് നമുക്ക് ടാർഗറ്റ് ഒറ്റ ക്യാൻഡിൽ നമുക്ക് ടാർഗറ്റ് കിട്ടുന്നതാണ്. 1-2 ക്യാൻഡിനകത്ത് ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഹോൾഡ് ചെയ്യുക. പ്രോഫിറ്റിലാണ്. ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ലോസ് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് പാർട്ട് ഓഫ് ഗെയിം. പോട്ടെ, ഓൺ ദി വേയിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നിട്ട് പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഇത് സക്സസ് നമ്മുടെ പുറകിൽ നിന്ന് വരും കേട്ടോ. ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇത് സസ്റ്റെയിൻ ആവുമെന്ന് അറിയില്ല. സസ്റ്റെയിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. തൊട്ടടുത്ത ക്യാൻഡിലെങ്ങാനും അത്രയും പവർഫുള്ളായിട്ട് ബ്രേക്ക് ഔട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം. ഒത്തിരി നേരമായി, ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ചായി കേട്ടോ ട്രേഡിൽ നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒത്തിരി നേരമായി. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മേളിലോട്ടാക്കാം. ഇനി ലോസിലോട്ട് വിടുന്നത് നല്ലതല്ല. നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് വയ്ക്കാം കേട്ടോ. റിവൈസ്ഡ് സ്റ്റോപ്പ് ലോസ് ആണ്.
നമ്മൾ പ്രോഫിറ്റിൽ തന്നെ ഏകദേശം ഒരു $150 $200 അടുപ്പിച്ച് പ്രോഫിറ്റിൽ തന്നെ വരുള്ളൂ, നിന്നില്ല എങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഫുൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇതാണ് പ്ലാൻ. നോക്കാം. കുറച്ചുകൂടെ താഴോട്ടാക്കിയാൽ ശരി. ഓക്കെ. നോ യെസ്, ബുക്കായി ബാക്കി. സോ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ്, നമ്മളെന്തായാലും അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രേഡുകൾ കിട്ടുമ്പോൾ നമുക്ക് ലോജിക്ക് അനുസരിച്ച് മൂവ് ചെയ്യാം. നമ്മുടെ റിവേഴ്സ് സ്റ്റോപ്പ് ലോസ് അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചിന് താഴെ വയ്ക്കേണ്ടിയിരുന്നു. അത് ചെറിയൊരു മിസ്റ്റേക്കാണ്. കുറച്ചുകൂടെ താഴോട്ട് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും റണ്ണിൽ തന്നെ നിൽക്കുമായിരുന്നു. പറ്റിപ്പോയി. ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ EMIക്ക് താഴെ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ ശരി, അത് പോയി. അടുത്ത ട്രേഡ് നോക്കാം. സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.